ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 അധികാരമേറിയതിന് ശേഷം ആദ്യ പിണറായി വിജയൻ സർക്കാർ 5 ലക്ഷം രൂപയും പിന്നീട് രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാർ എം വി ഗോവിന്ദൻ്റെയും എം ബി രാജേഷിൻ്റെയും കാലഘട്ടത്തിൽ 7 ലക്ഷം രൂപയും ബാറിൻ്റെ ലൈസൻസ് തുക കൂട്ടി. അതായത് ഈ രണ്ട് സർക്കാരുകളുടെ 8 വർഷ കാലയളവിൽ ആകെ ഉണ്ടായിരുന്ന ബാർ ലൈസൻസ് തുകയുടെ 50% വർദ്ധിപ്പിച്ച സർക്കാരാണ് ഇപ്പോൾ ബാർ ഉടമകളിൽ നിന്ന് നയം മാറ്റത്തിൻ്റെ പേരിൽ പണം പിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാനാകില്ല എന്നാണ് എക്സൈസ് മന്ത്രി അല്പം മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇതിവിടെ വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്ന കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞവരും, ഉറപ്പാണ് LDF എന്ന് പറഞ്ഞവരും, LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറച്ച് മദ്യവർജനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ ആ ആളുകളുടെ വാക്ക് ആരാണ് ഇനി വിശ്വസിക്കാൻ പോകുന്നത്? ഇവിടെ കൃത്യമല്ലേ, ഇവിടെ നികേഷ് പറഞ്ഞ പോലെ ലൈസൻസ് ഫീസിൻ്റെ കേസിൽ ചെറിയ വർധനവ് വരുത്തി ആളുകളുടെ കയ്യിൽ ഒരു പൊടിയിട്ട് അതിന് പകരം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 801ഓളം ബാറുകളാണ്. 669 ബാറുകളാണ് LDF സർക്കാർ വന്നതിന് ശേഷം പുതുതായി വന്ന ബാറുകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വന്ന 139 ബാറുകളാണ്. അപ്പൊ ഇതൊക്കെ ഒരു പൊടിയിടാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇത് നമ്മൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ UDF കൊണ്ടുവന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഒരു ആരോപണമാണ്. ബാർ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം തൻ്റെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ബാർ ഉടമകൾക്ക് അയച്ച ഒരു സന്ദേശമല്ലേ അടിയന്തരമായും ഇത്ര 2.5 ലക്ഷം രൂപ വെച്ച് തരേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയുന്ന കാര്യമാണല്ലോ. ഇത് സാധാരണ രീതിയിൽ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് എങ്കിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ? അല്ല, പക്ഷേ ഇവിടെ സന്ദേശത്തിൽ ആരോപിക്കുന്നത് പോലെ പണപ്പിരിവ് നടക്കുന്നുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ആര് എന്നും ചോദ്യം ഉന്നയിച്ചുകൊണ്ട് MB രാജേഷ് പോലീസ് ചീഫിനൊരു കത്തെഴുതിയിട്ടുണ്ട്. അത് പരാതിയായി സ്വീകരിച്ച് അന്വേഷണം നടത്തിയാൽ അവസാനം കോൺഗ്രസ്സുകാർ കുടുങ്ങുമോ അനിൽ അക്കരെ? പിന്നെ നികേഷേ, ഇത് സമാനമാണല്ലോ. ലൈഫ് മിഷൻ കേസിൽ CBI FIR ഇടാൻ പോയ സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് ഇതിൽ അഴിമതി അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസിനെ ഏൽപ്പിച്ചിട്ട് ആരാണ് പിന്നെ അറസ്റ്റിലായത്? ഏത് പ്രതിയാണ് ഇവർ അറസ്റ്റ് ചെയ്തത്? ഇതൊക്കെ ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം എന്നതിനേക്കാൾ വിട്ട് ഇത് കേരളത്തിലെ സാമാന്യ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ 5 സ്റ്റാർ ബാറുകൾ ഉണ്ടായിരുന്ന സമയത്ത് 5 സ്റ്റാർ ബാറുകൾക്ക് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാറുകൾ കൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് 2016 ഏപ്രിൽ 18 അന്നത്തെ കേരളത്തിന്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞ ആരോപണങ്ങൾ ഇന്ന് നിലനിൽക്കുകയല്ലേ? പ്രതിപക്ഷ നേതാവ് കൃത്യമായ ആ വിഷയത്തിൽ പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ CPMന്റെ പ്രതിനിധി സലാം പറഞ്ഞ എന്താണ്? UDFന്റെ കാലത്ത് മദ്യ നയത്തിലുണ്ടായ അല്ലെങ്കിൽ ബാർ കോഴയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ? അന്ന് ഇവർ പറഞ്ഞത് ശ്രീ KM മാണി സാറിനെ കുറിച്ചാണ്. ആ മാണി സാറിനെ കുറിച്ച് പറഞ്ഞ പിന്നെ വാദത്തിൽ ഇപ്പോൾ ഇവർ ഉറച്ചു നിൽക്കുകയാണോ? എനിക്കത് അറിയേണ്ടതായിട്ടുണ്ട്.